കാര്യങ്ങൾ നടത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ എനിക്ക് കാണിക്കാൻ ഒരു രേഖ, അത്രമാത്രം. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഇതിലോട്ടൊന്ന് ഒപ്പിട്ടെ. അതിപ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിച്ചു, നല്ലോണം ആലോചിച്ചിട്ട് തന്നെ എടുത്ത തീരുമാനാണിത്. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ത്രാണി ഇവൾക്കില്ല എന്ന് മനസ്സിലാക്കി തന്നെയാ ഇതൊക്കെ നോക്കി നടത്താന്ന് ഞാൻ പറഞ്ഞത്. ആ, ഇത് മാത്രമല്ല, ആ വാടക വീട്ടിന്റെ കാര്യത്തിലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ സത്യഭാമയെയും രാഘവൻ നായരെയും ഒഴിവാക്കിയിട്ട് അത് ഞാൻ അങ്ങ് കച്ചവടം ചെയ്യാൻ പോകുക. അല്ല, അതിനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ ഇതിൽ ഒപ്പിടാൻ പറഞ്ഞത്. വാ, ഒപ്പിട്ടോ. എന്നെ കൊന്നാലും ഞാൻ ഇതിൽ ഒപ്പിടില്ല. ധിക്കാരം പറയുന്നോടി. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ ഇതിൽ ഒപ്പിട്ടിരിക്കും. പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? നിക്കണേ അവിടെ. ഇതിൽ ഒപ്പിട്ടിട്ട് നീ പോയാ മതി. ഞാൻ ഒപ്പിടില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നെ കൊണ്ട് ഇതിൽ ഒപ്പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാണിക്കുന്നേ അവളെ വിട്. എടി, നിന്നെ ഞാൻ തടസ്സം നിൽക്കുന്നോടി. എന്നെ തല്ലിക്കോ, അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പക്ഷേ നൂറിനെ തൊടാൻ പറ്റില്ല. അതിന് നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. എടി, നിന്നെ കൊല്ലാനേ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. ദാ, ഈ കയ്യൊന്നിങ്ങനെ അമർത്തിയാൽ നീ പിന്നെയില്ല. പക്ഷേ അതിനു മുമ്പ് ചിലതൊക്കെ എനിക്ക് ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ദേ, അതിനുള്ളിൽ ഇവളെ കൊണ്ട് നീ ഇതിൽ ഒപ്പിടിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടിന്റെ ശവം ഇവിടെ ഞാൻ കുഴിച്ചു മൂടും. പിടിക്കടി. എടി, ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇതിലൊപ്പിടിപ്പിച്ചിരിക്കണം. കേട്ടോ? Happy birthday, my dear husband. സത്യമാണോ? സ്വപ്നമല്ല, യാഥാർത്ഥ്യം. നമ്മൾ രണ്ടുപേരും കൂടി വിഷ്ണുവേട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാം. ഞാൻ മക്കളെ വിളിക്കാം. അവരുറങ്ങിക്കോട്ടെ. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ആഘോഷം. നമുക്ക് ഓർക്കാൻ വേണ്ടി. മക്കൾക്ക് ഓർക്കാനേ നാളെ നമുക്ക് വേറെ കേക്ക് മുറിക്കാം, നല്ല ആഘോഷമായിട്ട്. വെയിറ്റ്, അതേത് ഊത്. കണ്ടിട്ടെ. Happy birthday to you. Happy birthday to you. ആദ്യം പിറന്നാളുകാരന്. താൻ ഞെട്ടിച്ചളഞ്ഞല്ലോ. ഹാപ്പി ബർത്ത്ഡേ. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഉറക്കല്ലേ മനുഷ്യന്റെ ആവശ്യം. കിടന്നാൽ മാത്രം മതിയോ ഭാമേ? ഉറക്കം വരണ്ടേ? രാഘവേട്ടാ,
നമ്മുടെ 100 പ്രശ്നങ്ങളും ആലോചിച്ച് ഒറ്റ രാത്രി കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് വെച്ചാലേ നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീരുകയില്ല. നമ്മുടെ ഉള്ള ഉറക്കം അങ്ങ് പോവുകയും ചെയ്യും. എന്തിനീ പാട് കഴിക്കുന്നേ? ദേ, വിരിച്ചു ഭംഗിയായി ഇട്ടിട്ടുണ്ട്. വന്ന് കിടന്നോ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് ഭാമേ. ഒരു ദ്രോഹവും അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയെന്നാ? നഷ്ടപ്പെട്ട വീട് വരെ തിരിച്ചു കിട്ടിയെങ്കിലുവേ അവിടെ താമസിക്കണം യോഗമൊന്നുമില്ലല്ലോ. ആ, എല്ലാം ശരിയാവുമായിരിക്കും. അതിനു മുമ്പ് ഒടയമ്പരം അങ്ങോട്ട് വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനെ ഒരു രാഘവേട്ടൻ. സത്യാമ്മേ, നിന്നെയാണല്ലോ ഇപ്പം വിളിക്കുന്നത്. സത്യാമ്മേ, മോളിന്നല്ല, പുറത്തുനിന്നാ. എന്ന് നോക്ക്. സത്യാമ്മേ. ഈ സമയത്ത് ഇതാരാ? പോയി നോക്ക്.